കളമശ്ശേരി കഞ്ചാവ് കേസിൽ KSU നേതാക്കൾക്ക് കഞ്ചാവ് വിറ്റ ഉത്തരേന്ത്യൻ സ്വദേശികൾ കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനയിലെ പ്രധാനികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എവിടെയൊക്കെയാണ് ഇവർ കഞ്ചാവ് വിറ്റിരുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ആർക്കൊക്കെ ഇവരുമായി കഞ്ചാവ് ലഹരി ഇടപാടുണ്ട് എന്നും പരിശോധിക്കും. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, ഈ KSU നേതാക്കൾക്ക് ഷാലിഖും ആഷിഖും ആകാശും അടക്കമുള്ളവർക്ക് കഞ്ചാവ് എത്തിച്ച ഉത്തരേന്ത്യൻ സ്വദേശികളാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരുടെ റൂട്ട് അന്വേഷിക്കുകയാണോ പോലീസ് ഇപ്പോൾ? പ്രധാനമായും കൊച്ചിയിലെ കഞ്ചാവ് ഇടപാടുകളുടെ വളരെ മുഖ്യമായ കണ്ണികളിൽ രണ്ടുപേരാണ് ഇവരെന്നാണോ പോലീസിന്റെ നിഗമനം? മനു, പ്രധാനമായും ഈ കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റിലായ 2 ഉത്തരേന്ത്യക്കാർ വൻ ലഹരി സംഘങ്ങളെന്നാണ് പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് തീരുമാനം. പ്രധാനമായും ഇവരെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പിടികൂടിയത്. ഇവർ ഒളിവിലായിരുന്നു. അതിനുശേഷം ഇവരിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു മൊഴി ലഭിച്ചത്. അതായത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ട് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. മാത്രമല്ല, ഈ ആഷിഖ്, ഈ മുൻ യൂണിറ്റ് സെക്രട്ടറിയായ ആഷിഖും അതുപോലെ മറ്റേ ആകാശം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ ഇടനിലക്കാരാണ്. അത് ഇവരിൽ നിന്നും കഞ്ചാവ് വലിയ തോതിൽ വാങ്ങി ഇവർ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ട് എന്ന പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയ്ക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ കഞ്ചാവ് വിറ്റതെന്നടക്കമുള്ള പരിശോധനകൾ നടത്തും. ഇതിന് ആരൊക്കെ ഇടനിലക്കാരായിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ വിതരണക്കാരെന്നടക്കമുള്ള പരിശോധനകൾ നടത്തും. മാത്രമല്ല, ഈ ആഷിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കഞ്ചാവ് വലിയ തോതിൽ വാങ്ങി പലയിടങ്ങളിലായി വിൽപ്പന നടത്തുന്നവരാണ്. ഇവർ തന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലും എത്തിച്ചത്. അതാണ് ആകാശ് വിതരണം ചെയ്യാനായി ഇത്തരത്തിൽ റൂമിൽ എത്തിച്ചതും. എന്തായാലും ഇനി പ്രധാനമായും ഇവരെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. റിമാൻഡിലുള്ള പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇവർ ഒഡീഷയിൽ നിന്നാണ് ഈ ഉത്തരേന്ത്യക്കാർ ഇത്തരത്തിൽ ഈ കേരളത്തിലേക്ക് വലിയ രീതിയിൽ കഞ്ചാവ് എത്തിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ പല കോളേജുകളിലായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഇതിൻ്റെ പല ശൃംഖലകളുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും. 4 കിലോ കഞ്ചാവാണ് ഈ ആകാശിന് ഇവർ ആഷിഖിന് ഉൾപ്പെടെ കൈമാറിയത്. ഈ ആഷിഖ് 2 കിലോ കഞ്ചാവാണ് ആകാശിന് കൈമാറിയത്. ബാക്കി 2 കിലോ കഞ്ചാവ് എങ്ങോട്ടൊക്കെ കൈമാറിയെന്നടക്കമുള്ള പരിശോധനകളാണ് എന്തായാലും ഇനി ഉണ്ടാവുക. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇവരിൽ നിന്നും ലഭിക്കുന്ന നിർണായക മൊഴി എന്തായാലും ഈ കേസിന് വഴിത്തിരിവാകും. ഉത്തരേന്ത്യക്കാരെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അർച്ചന വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.